വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ്. സംസ്ഥാനത്ത് വീണ്ടും ചികിത്സാ പിഴവെന്ന് പരാതി. തിരുവനന്തപുരം കഴക്കൂട്ടത്തെ CSI ആശുപത്രിക്കെതിരെയാണ് പരാതി. തുണിക്കഷ്ണം വയറ്റിൽ തുന്നിക്കെട്ടിയെന്ന് പരാതിയിൽ പറയുന്നു. മുഖ്യമന്ത്രിക്ക് പരാതിയുമായി ഷീബ പ്രമോദ് രംഗത്തെത്തി. തുടർച്ചയായുള്ള ചികിത്സാ പിഴവുകളാണ് ഇപ്പോൾ രംഗത്തുന്നത്. വിവരങ്ങളുമായി ശാലിനി ചേരുന്നുണ്ട്. ശാലിനി, മുൻപ് കത്രിക വയറ്റിൽ തുന്നിക്കെട്ടി, അതുപോലെ തന്നെ പ്രസവ ശസ്ത്രക്രിയക്കിടെയുള്ള മരണം, അത്തരത്തിൽ തുടരെ ഇങ്ങനെ ചികിത്സാ പിഴവുകൾ, അതിൻ്റെ വാർത്തകൾ പുറത്തു വരികയാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കഴക്കൂട്ടത്തെ CSI ആശുപത്രിക്കെതിരെയാണ് പരാതിയുമായി യുവതി രംഗത്തെത്തിയിരിക്കുന്നത്. വയറ്റിൽ തുണിക്കഷ്ണം തുന്നിക്കെട്ടി എന്ന് പറയുന്നു. വിവരങ്ങൾ ശാലിനി. അമല, തുടർച്ചയായി സംസ്ഥാനത്തെ ആരോഗ്യ വകുപ്പിനെതിരെയും ആശുപത്രികൾക്കെതിരെയും പരാതികൾ ഉയരുകയാണ്. ആരോഗ്യ കേരളം നമ്പർ 1 ആണ് എന്ന് നിരന്തരം അവകാശപ്പെടുന്ന മുഖ്യമന്ത്രിക്ക് മുൻപാകെയാണ് ഇപ്പോൾ വീണ്ടും ഒരു ചികിത്സാ പിഴവിൻ്റെ പരാതി എത്തുന്നത്. ആരോഗ്യമന്ത്രി അടക്കമുള്ളവർക്ക് മുൻപിലേക്ക് പരാതി എത്തുകയും ചെയ്തിട്ടുണ്ട്. നമ്മൾ മനസ്സിലാക്കുന്നത് പ്രകാരം തിരുവനന്തപുരത്ത് നിന്നാണ് ഈ പരാതി. തിരുവനന്തപുരത്തെ ഒരു സ്വകാര്യ ആശുപത്രിക്കെതിരെയാണ് ഇത്തരത്തിലൊരു പരാതി ഉയർന്നിട്ടുള്ളത്. അതായത് ശസ്ത്രക്രിയയ്ക്ക് ശേഷം തുണിക്കഷ്ണം വയറ്റിൽ വെച്ച് തുന്നിക്കെട്ടി എന്നുള്ളതാണ് പരാതിക്കാരി മുഖ്യമന്ത്രിക്ക് നൽകിയിട്ടുള്ള പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നത്. മേനംകുളം സ്വദേശിയായ യുവതി വേദന അനുഭവിച്ചത് 3 മാസമാണ് എന്നും പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതായത് കഴക്കൂട്ടം CSI മിഷൻ ആശുപത്രിയിൽ ചില ശസ്ത്രക്രിയകൾ നടത്തി. അതിനുശേഷമാണ് ചില ആരോഗ്യ പ്രശ്നങ്ങൾ കണ്ടു തുടങ്ങിയത്. കഴിഞ്ഞ 3 മാസമായി ഇതിന് ട്രീറ്റ്മെൻറ്റ് എടുക്കുകയും ചെയ്തു. പക്ഷെ പിന്നീടാണ് അത് ചികിത്സാ പിഴവാണ് എന്നും വയറ്റിനുള്ളിൽ തുണി തിരികെ വെച്ചിരുന്നു എന്നുള്ളതും കണ്ടെത്തിയിട്ടുള്ളത്. ആരോഗ്യ വകുപ്പിനെതിരെയും ഒപ്പം തന്നെ ആശുപത്രിക്കെതിരെയും അടക്കം പരാതി നൽകിയിട്ടും നീതി ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഈ കുടുംബം പറയുകയും ചെയ്യുന്നത്. മേനംകുളം സ്വദേശി ഷീബ പ്രമോദ് വയറുവേദനയ്ക്ക് ചികിത്സ തേടിയത് ഡിസംബർ 3-നാണ്. സ്കാനിങ്ങിൽ അപ്രന്റീസ് ആണെന്നും പഴുത്തു പൊട്ടിയതാണെന്നും കണ്ടെത്തി അത് ശസ്ത്രക്രിയയ്ക്ക് നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു. തുടർന്ന് ഡിസംബർ 12-ന് ഈ സർജറിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഡിസ്ചാർജ് ചെയ്തു. മുറിവിൻ്റെ ഒരു ഭാഗം ഉണങ്ങാതെ പഴുത്തു. ഇതേ തുടർന്നാണ് പിന്നീട് ഇത് തുണി തിരികെ വെച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് സംഭവിച്ചത് എന്ന് കണ്ടെത്തുന്നത്. വേദന കൂടിയതോടെ മറ്റൊരു സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയതോടെയാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഈ ഒരു വലിയ ഗുരുതരമായിട്ടുള്ള വീഴ്ച കണ്ടെത്തുകയും ചെയ്തിട്ടുള്ളത്. പരാതിയിൽ നടപടി ഏത് തരത്തിൽ ഇനി എടുക്കുമെന്നുള്ളതാണ് അറിയേണ്ടത്. ഒപ്പം തന്നെ ഈ പരിശോധനയിൽ മറ്റൊരു സ്വകാര്യ ആശുപത്രിയിൽ നടത്തിയ പരിശോധനയിൽ ഈ മുറിവിൻ്റെ ഒരു വശത്തുകൂടി നൂല് പുറത്തേക്ക് വന്നത് രണ്ടാമത്തെ ആശുപത്രി സ്വകാര്യ ആശുപത്രിയിലെ ഡോക്ടർമാരുടെ ശ്രദ്ധയിൽപ്പെടുകയായിരുന്നു. തുടർന്നാണ് വയറിനുള്ളിൽ പഞ്ഞിയും തുണിയും ഉണ്ടെന്ന് ഈ ഡോക്ടർമാർ കണ്ടെത്തുകയും ശസ്ത്രക്രിയ നടത്തിയ CSI ആശുപത്രിയിൽ തന്നെ വീണ്ടും ശസ്ത്രക്രിയ നടത്തി തുണി പുറത്തെടുക്കുകയും ചെയ്തത്. എന്തായാലും തുണി പുറത്തെടുക്കുന്ന ദൃശ്യങ്ങളടക്കം ഈ ഘട്ടത്തിൽ പുറത്തേക്ക് വരികയാണ്. ആശുപത്രിക്കെതിരെ നിയമ പോരാട്ടം നടത്തുമെന്നാണ് ഷീബ പ്രമോദ് ഇപ്പോൾ വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത്. നമുക്കറിയാം, പല സംഭവങ്ങളും സംസ്ഥാനത്തിൻ്റെ പല ജില്ലകളിൽ നിന്ന് ഇത്തരത്തിൽ പരാതികളായി ഉയരുമ്പോൾ അത് ഒറ്റപ്പെട്ട സംഭവമാണ് എന്ന് ആരോഗ്യമന്ത്രി പലതവണയും ആവർത്തിക്കാറുണ്ട്. ചികിത്സാ പിഴവാണ്, ആരോഗ്യ കേരളത്തിൻ്റെ വീഴ്ചയാണ് എന്ന് സ്വയം സമ്മതിക്കാതെ ചില നടപടികൾ മാത്രം എടുത്തുകൊണ്ട് അവരെ സംരക്ഷിക്കുന്ന നിലപാട് ആരോഗ്യവകുപ്പ് സ്വീകരിക്കാറുണ്ട്. അവരെ സംരക്ഷിക്കുന്ന നിലപാട് ഡോക്ടർമാരും സ്വീകരിക്കുകയുണ്ട്. സമാനമായാണ് ഇപ്പോൾ തലസ്ഥാനത്ത് നിന്നും ഇത്തരത്തിലൊരു വാർത്ത വരുന്നത്. ഇനി എന്ത് തരത്തിലുള്ള നടപടി സ്വീകരിക്കുമെന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു. എന്തായാലും ഗുരുതരമായിട്ടുള്ളൊരു സംഭവമായി ഇതിനെ കാണേണ്ടിയിരിക്കുന്നു. അവരുടെ ജീവനെ തന്നെ ബാധിക്കുന്ന ഒരു സംഭവമായി ഈ ഒരു വീഴ്ചയെ നമ്മൾ കാണേണ്ടിയിരിക്കുന്നു. കാരണം വയറുവേദനയായി എത്തിയ യുവതിയാണ്. പിന്നീട് അപ്രന്റീസിൻ്റെ ശസ്ത്രക്രിയ നടത്തി. അതിനുശേഷമാണ് ബോധപൂർവമോ അല്ലാതെയോ ആയി ഇത്തരത്തിൽ തുണിയും പഞ്ഞിയും അടക്കം വയറ്റിനുള്ളിൽ തിരികെ വെച്ച് ശസ്ത്രക്രിയ പൂർത്തീകരിച്ച് അവരെ വീട്ടിലേക്ക് മടക്കിയത്. അതിനുശേഷമാണ് ഈ ഗുരുതരമായിട്ടുള്ള ചികിത്സാ പിഴവ് ഇപ്പോൾ പുറത്തേക്ക് വരികയും ചെയ്യുന്നത്. അമൽ. സംസ്ഥാനത്ത് വീണ്ടും ചികിത്സാ പിഴവെന്ന് പരാതി. തിരുവനന്തപുരം കഴക്കൂട്ടത്തെ CSI ആശുപത്രിക്കെതിരെയാണ് പരാതിയുമായി യുവതി രംഗത്തെത്തിയത്. തുണിക്കഷ്ണം വയറ്റിൽ തുന്നിക്കെട്ടിയെന്നാണ് പരാതിയിൽ പറയുന്നത്. മുഖ്യമന്ത്രിക്ക് പരാതി നൽകി ഷീബ പ്രമോദ് വിവരം നൽകുകയായിരുന്നു. ശാലിനി തിരുവനന്തപുരത്ത് വന്നു.